കാസർഗോഡ് മുള്ളേരിയ AUP സ്കൂളിന് മുന്നിലെത്തിയാൽ ആരെയും ആകർഷിക്കും കുട്ടിവനവും ശലഭോദ്യാനവും. ഈ പച്ചപ്പിന് പിന്നിൽ സ്കൂളിലെ ഒരു അധ്യാപികയുടെ വർഷങ്ങൾ നീണ്ട അധ്വാനമുണ്ട്. സ്കൂളിന്റെ വശത്തായി പച്ചപുറച്ചു നിൽക്കുന്ന കുട്ടിവനം, പൂമ്പാറ്റകളും വണ്ടുകളും പാറി നടക്കുന്ന ശലഭോദ്യാനം, വ്യത്യസ്ത ഇനം മരങ്ങളും ചെടികളും അപൂർവ ഔഷധസസ്യങ്ങളുമെല്ലാമായി ജൈവ വൈവിധ്യത്തിന്റെ തുരുത്താണ് കുട്ടിവനം. സ്കൂളിലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഹിന്ദി അധ്യാപിക M. സാവിത്രിയുടെ വലിയ അധ്വാനമുണ്ട്. 20 വർഷം മുമ്പ് സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ ചുമതല ലഭിച്ചതോടെയാണ് സാവിത്രി ടീച്ചർ കുട്ടികൾക്കൊപ്പം കൈകോർത്ത് കുട്ടിവനവും ശലഭോദ്യാനവും ഒരുക്കിയത്. വനംവകുപ്പിന്റെ സഹായത്തോടെ സ്കൂളിന്റെ തരിശായി കിടന്ന 20 സെന്റ് ഭൂമിയിലാണ് ആരണ്യകം കുട്ടിവനം പദ്ധതി നടപ്പിലാക്കിയത്. 12 സെന്റ് സ്ഥലത്താണ് ശലഭോദ്യാനം. വിദ്യാർത്ഥികൾക്ക് തണൽ നൽകുന്നതിനൊപ്പം നിരവധി ജീവജാലങ്ങൾക്ക് സംരക്ഷണവും ഒരുക്കുന്നു കുട്ടിവനവും ശലഭോദ്യാനവും. പ്രകൃതി സംരക്ഷണ ഭാഗമായിട്ടാണ് ഇങ്ങനെയില്ലേ ഒരു കുട്ടിവനം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയും അതിൻ്റെ പരിഹാരമായിട്ട് ഓരോ പടികളായിട്ടാണ് കൈ വന്ന് ചേർന്നത്. എല്ലാ കാര്യങ്ങളും എക്കോ ക്ലബ്ബ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ചാർജ് എടുക്കുന്ന മാത്രമല്ല, അതിൻ്റെ പിന്നിൽ എന്തെല്ലാം ആക്ടിവിറ്റികളൊക്കെ വരുന്നെന്ന് പറയുന്ന ധാരണ കുട്ടികളോടൊപ്പം തന്നെ ചെയ്ത് തീർക്കുകയും ചെയ്തു. ഇടവേളകളിൽ വിദ്യാർത്ഥികൾ സമയം ചിലവഴിക്കാനായി കുട്ടിവനത്തിലെത്തും. ഇവിടെ വന്നിരിക്കാറുണ്ട്. നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് സമയം ചിലവഴിക്കാറുണ്ട്. കൂട്ടുകാരോടൊപ്പം എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്നു. മുള്ളേരിയ ബേങ്കത്തട് കയ്യപ്പ ഭജന മന്ദിരം, മുണ്ടൂൾ ദുർഗാപരമേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിൽ പൂന്തോട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുപച്ചകളെ സ്നേഹിക്കുന്നതിനുള്ള അംഗീകാരമായി പ്രകൃതി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് നൽകുന്ന സംസ്ഥാന വനമിത്ര പുരസ്കാരം ഇത്തവണ സാവിത്രി ടീച്ചറെ തേടിയെത്തി. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.